ലോക യുക്തിവാദികളുടെ ഏറ്റവും വലിയ ഐഡിയോലോഗ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ബെർട്രൻഡ് റസ്സൽ. അദ്ദേഹത്തിൻ്റെ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നൊരു പുസ്തകമുണ്ട്, 100-300 പേജുള്ളൊരു പുസ്തകം. ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹവും എതിർക്കുന്നത്. ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ദുർബലതകളും അതിൻ്റെ ബലഹീനതകളും വീക്ക്നെസ്സും ഒക്കെ എടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തെ നിഷേധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം രചിച്ച പുസ്തകമാണ് അണാമിഡ് വിക്ടറി, നിരായുധ വിജയം എന്നുള്ള പുസ്തകം. അതിൽ അദ്ദേഹം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ EMS നമ്പൂതിരിപ്പാടൊക്കെ പ്രസംഗിക്കണേ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ്, ഞാൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാത്ത ദൈവം ഉണ്ടാവുകയോ ഞാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ള ദൈവം ഇല്ലാതാവുകയോ ചെയ്യില്ല. അതുകൊണ്ട് എനിക്കത് വിഷയമല്ല. ഇത്ര ലഘുവായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത്. അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. അത്ര ലഘുവായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലല്ലോ. പക്ഷെ അങ്ങനെ ലാഘവത്തോടു കൂടി എടുക്കണം. അതുകൊണ്ട് തൗഹീദിൽ അടിസ്ഥാനമാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. പിന്നെ ഇതിന് വ്യതിചനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ അടിസ്ഥാനപരമായി ഭാരതീയ പാരമ്പര്യം ഏകത്വത്തിൽ അധിഷ്ഠിതമാണ്. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്നല്ലേ ഉപനിഷത്തിലൊക്കെ പറയുന്നത്. സത്യം ഏകമാണ്, അതിനെ വിവരസ്ഥന്മാർ പല നിലക്ക് പറയണമെന്നല്ലേ. അപ്പോൾ ഭാരതീയ പാരമ്പര്യം ഏകത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതിന് പുറമെ ആ പ്രപഞ്ചത്തെ അറിയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന് എക്സ്പ്ലനേഷൻ കിട്ടണം. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലനേഷൻ കിട്ടണം. എന്താ എക്സ്പ്ലനേഷൻ കിട്ടുക? മേപ്പിട്ടാണ് പോകും, ആലോചിച്ച് നോക്കാം നമുക്ക്. മേപ്പിട്ടാണ് പോയാൽ എന്താ? ആകാശമുണ്ട്, അങ്ങനെ പോലെ അതിൻ്റെ അപ്പുറം ഗാലക്സികളുണ്ട്, അതിൻ്റെ അപ്പുറം പോയാലെന്താ, അപ്പുറം പോയാലെന്താ ഒരു പിടുത്തം കിട്ടുന്നില്ല, ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. കീപ്പിട്ടാണ് പോയാലെന്താ, അതിൻ്റെ പോയാലെന്താ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. അങ്ങനെ പോയിട്ട് അനന്തതയിലേക്ക് ഇങ്ങനെ എത്തല് ചെയ്യണത്. ഇനി അപ്പുറത്തേക്ക് ഇനി കാലത്തെ പറ്റി നോക്കുകയാണെങ്കിലോ, പ്രപഞ്ചം ഉണ്ടായതാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ പ്രപഞ്ചം അനാദിയാണെങ്കിൽ അങ്ങനെ, സാദിയാണെങ്കിൽ അങ്ങനെ. അതിൻ്റെ മുമ്പ് എന്താ ഇനി പ്രപഞ്ചത്തിൻ്റെ അവസാനം. ഇനി ഇവിടുന്നാണ് പോയാൽ എന്താ സംഭവിക്കുക, പിന്നെന്താ സംഭവിക്കുക. അപ്പോൾ കാലികമായിട്ടും സ്ഥലികമായിട്ടും രണ്ട് നിലക്ക് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും പ്രപഞ്ചത്തെ പറ്റി എക്സ്പ്ലനേഷൻ കിട്ടില്ല. ആ സമയത്ത് നമ്മൾ ഖുർആനിൽ കൊണ്ട് വന്നാലോ എന്താണ് അതിൻ്റെ മുമ്പെന്താണ് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശേഷം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ എക്സ്പ്ലനേഷൻ കിട്ടണേ. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എക്സ്പ്ലനേഷൻ ഇല്ലാതെ അങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്ത് ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു, വളരെ കൃത്യമായ എക്സ്പ്ലനേഷൻ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി കരളും മിഴയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി പുളകമ്പൊൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞലാ പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റങ്ങൻ വന്നു പോയാൽ തുരുതുര പൂമഴയായി. പിന്നെ കേരളത്തെ പറ്റി ചങ്ങമ്പുഴ പാടിയതാണേ. ഇത്ര സുന്ദരമായ കേരളത്തായിട്ട് അപ്പോൾ കാശ്മീരിൽ പോകണത് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളെന്താ, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, അദ്ദുനിയാ ഹുൽവത്തുൻ ഖദിറ വല്ലാഹു മുസ്തഖലിഫുകും ഫീഹാ വനാദിറുൻ കൈഫ തഅമലൂൻ. ഇഹലോകം ഹരിത മധുരമാണ്. അങ്ങനെയുള്ള ഒരു ഇഹലോകത്തിലാണ് അള്ളാഹു തലങ്ങളെ വസിപ്പിച്ചിരിക്കുന്നത്. ഓൻ്റെ പ്രതിനിധികളായി ഖലീഫമാരായി നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത്. വനാദിറുൻ കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവർ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ദുനിയാവിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ദുനിയാവ് ഹുൽവത്തും ഖദിറത്തുമാണെന്ന, ഗ്രീനാണ്, സ്വീറ്റാണ്. ഇത്ര സുന്ദരമായ പ്രകൃതി. ഞങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത ലോകത്തിൻ്റെ അധീപന്മാരാണെങ്കിൽ ഞങ്ങളുടെ അർഹത കൊണ്ടാണ് എന്ന് ബയോളജിക്കലായിട്ട് സമർത്ഥിക്കാൻ ഡാർവിനിസത്തെ കൂട്ടുപിടിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഡാർവിനിസത്തെ അവരും പ്രചോദിപ്പിച്ചു, ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ. മൂന്നാമത് കാർൽ മാർക്സ്, എൻ്റെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ ബയോളജിക്കൽ ബേസായിട്ട് ഞാൻ ഡാർവിനിസത്തെ സ്വീകരിക്കുന്നു എന്ന് മാർക്സും പറഞ്ഞു. അങ്ങനെ മാർക്സിസ്റ്റുകാരും
പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികളും ഒക്കെപ്പാടെ കൂടിയിട്ട് അങ്ങോട്ട് വളർത്തിയതാണ് ഡാർവിനിസം. അല്ല ഡാർവിനിസം അതിൻ്റെ യുക്തിഭദ്രത കൊണ്ടോ അതിൻ്റെ ന്യായം കൊണ്ടോ അതിൻ്റെ ശാസ്ത്രീയത കൊണ്ടോ ലോകത്ത് വളർന്നതല്ല. എന്നിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികളൊക്കെ മതത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് നിഷേധിക്കാനും മനുഷ്യൻ്റെ ഉത്ഭവത്തിന് ന്യായീകരണമായിട്ടൊക്കെ ഉത്ഭവത്തെ വ്യാഖ്യാനിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേവലം ഒരു സങ്കല്പം മാത്രം, ഒന്നുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത അൺപ്രൂവബിളാണ് അങ്ങനെയുള്ള ഒരു സങ്കല്പം മാത്രമാണ്, അതൊരു ഭാവനയാണ്. ഏതായാലും ആ ഭാവന രചിച്ചിട്ടുള്ള അത് പിന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ഡാർവിൻ തന്നെ ദൈവനിഷേധിയല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി പിന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ അവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ യഥാർത്ഥത്തിൽ ഈ നിഷേധം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നുള്ള യുക്തിവാദികളുടെ ഒക്കെ രോഗാടിസ്ഥാനത്തിലുള്ള നേതാവ് അത് ആചാര്യൻ എന്നെ വിശേഷിപ്പിക്കേണ്ടത് ഇംഗ്ലീഷുകാരനായിട്ടുള്ള ബർട്രൻഡ് റസ്സലാണ്. ഇപ്പോഴും യുക്തിവാദികൾ അവരുടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്, അവർ ഇതിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാറുണ്ട്. അങ്ങനെയുള്ള ലോക യുക്തിവാദികളുടെ ഏറ്റവും വലിയ ഐഡിയോലോഗ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ബർട്രൻഡ് റസ്സൽ. അദ്ദേഹത്തിൻ്റെ പിന്നെ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നൊരു പുസ്തകമുണ്ട്, ഒരു 100-300 പേജുള്ളൊരു പുസ്തകം. ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് അപ്പോൾ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹവും എതിർക്കുന്നത്. ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ പിന്നെ ദുർബലതകളും അതിൻ്റെ ബലഹീനതകളും വീക്ക്നെസ്സൊക്കെ എടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തെ നിഷേധിക്കുന്നത്. അതേസമയത്ത് അവസാനം അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൻ്റെ പേര് അണാമഡ് വിക്ടറി എന്ന ബർട്രൻഡ് റസ്സലിനെ എഴുതിയിട്ടുള്ള പുസ്തകം. അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം രചിച്ച പുസ്തകമാണ് പിന്നെ അണാമഡ് വിക്ടറി, നിരായുധ വിജയം എന്നുള്ള പുസ്തകം. അതിൽ അദ്ദേഹം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് അതിര് നിശ്ചയിക്കരുത്. ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് അതിര് നിശ്ചയിക്കരുത്. അതോടുകൂടി അദ്ദേഹം ഈ അഗ്നോസ്റ്റിക്കായി, കാരണം അജ്ഞേയവാദിയായി, അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളിടത്തേക്ക് എത്തി. പലരും അങ്ങനെയാണ്, ഇപ്പോൾ നിഷേധികളുടെ കൂട്ടത്തിൽ തന്നെ പലരും അങ്ങനെയാണ്, അറിയില്ല എന്നുള്ളിടത്താണ്. ചിലർ കളിയാക്കുക. അപ്പോൾ EMS നമ്പൂതിരിപ്പാട് അവർക്ക് പ്രസംഗിക്കണേ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ്, ഞാൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാത്ത ദൈവം ഉണ്ടാവുകയോ ഞാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ള ദൈവം ഇല്ലാതാവുകയോ ചെയ്യില്ല, അതുകൊണ്ട് എനിക്കത് വിഷയമല്ല. ഇത്ര ലഘുവായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത്. അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്, അത്ര ലഘുവായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലല്ലോ. പക്ഷെ അങ്ങനെ ലാഘവത്തോടുകൂടി എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നിരുപാധികമായിട്ടുള്ള ദൈവനിഷേധത്തിൻ്റെ വക്താവാണ് ഫ്രെഡറിക് നീഷെ. അതിൽ ഗോഡ് ഡെത്ത് തിയോളജി എന്നൊരു സിദ്ധാന്തത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഗോഡ് ഡെത്ത് തിയോളജി, ദൈവമരണ ദൈവശാസ്ത്രം, ദൈവത്തെ കൊല്ലുന്ന ദൈവശാസ്ത്രം, ദൈവത്തെ ഞാൻ വധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാടകമുണ്ട്, ഈ ഫ്രെഡറിക് നീഷയുടെ ജർമ്മൻകാരനാണ് അദ്ദേഹത്തിൻ്റെ നാടകമുണ്ട്, ദ സ്പോക്ക് ജരതുഷ എന്ന് പറഞ്ഞുകൊണ്ട് നാടകമുണ്ട്. ആ നാടകത്തിൽ അദ്ദേഹം തന്നെയാണ് അഭിനയിക്കുന്നത്. അദ്ദേഹം ഭ്രാന്തനായിട്ട് അഭിനയിക്കുക, എന്നൊരു ഭ്രാന്തനായിട്ട് സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ റാന്തലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കുകയാണ് ദൈവത്തെ. പലയിടത്തും ഇങ്ങനെ തെരഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇവിടെ ദൈവം എവിടെ ദൈവത്തെ കാണാനില്ല, എവിടെയാണ് ദൈവം? ഉണ്ടെങ്കിൽ കാണട്ടെ, എവിടെ? എങ്ങനെ കാണാനാണ്? ഇല്ലല്ലോ ദൈവം, ഞാൻ അവനെ കൊന്നിരിക്കണു, ദൈവത്തെ ഞാൻ വധിച്ചിരിക്കണു, ഇനി ദൈവം ഉണ്ടാവില്ല. ആ കാണുന്ന ചർച്ചുകൾ കണ്ടില്ലേ, അത് ഞാൻ വധിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ സ്മാരകങ്ങളാവുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അയാളുടെ ഡയലോഗ് നടന്നതിന് ശേഷം പിന്നെ ഫ്രെഡറിക് നീഷയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അദ്ദേഹം തന്നെ അഭിനയിച്ചത് ഈ നാടകത്തിൽ, അദ്ദേഹം തന്നെ ഭ്രാന്തനായിട്ട് അഭിനയിച്ച് അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു. അദ്ദേഹം 12 വർഷം ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ മരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിരുപാധികമായിട്ടുള്ള ദൈവത്തെ, അത് സാഹിത്യത്തിൽ കൂടുള്ള നിഷേധ, വാചകടി കൂടുള്ള നിഷേധ, ഡയലോഗുകളിൽ കൂടുള്ള നിഷേധ, ഇങ്ങനെ പലതരത്തിലുള്ള ദൈവനിഷേധമുണ്ട്. അതൊക്കെ ഓരോ കാരണത്താൽ അല്ലെങ്കിൽ ഓരോ പ്രചോദനത്താൽ ഉണ്ടാവുന്നതാണ്. നമ്മളെ യഥാർത്ഥത്തിൽ പിന്നെ അവതരിപ്പിക്കുന്ന വളരെ യുക്തിഭദ്രമായിട്ടുള്ള ദൈവത്തെ കണ്ടെത്താത്തത് ഒരു കാരണമാണ്. അങ്ങനെ കണ്ടെത്തുന്നതോടുകൂടി വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ പ്രപഞ്ചത്തെ പറ്റി വായിക്കും മനസ്സിലാക്കുക വെച്ചാൽ നമുക്ക് അള്ളാഹു തആല പറഞ്ഞു തരുന്നതാണല്ലോ. അള്ളാഹിനെ മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം, ദിക്കുകളിൽ, നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും നോക്കി, അതേപോലെ തന്നെ നിങ്ങളിലേക്ക് തന്നെ നോക്കി, എൻ്റെ തെളിവുകൾ, എൻ്റെ സൂചനകൾ, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. പടച്ചോൻ അതാ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മതി. മനുഷ്യനെ തന്നെ നോക്കിയാൽ മതി. മനുഷ്യൻ്റെ ശരീരത്തെപ്പറ്റി, അവൻ്റെ അവയവങ്ങളെപ്പറ്റി, അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി, പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി. പക്ഷേ ആളുകൾക്ക് എന്താ വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ അതിൽക്കൂടി ദൈവത്തിലേക്ക് എത്തുന്നില്ല. അതാ പ്രശ്നം അല്ലേ? നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകും, ആതിരപ്പള്ളിക്ക് പോകും, ഊട്ടിക്ക് പോകും, കാശ്മീരിലേക്ക് പോകും, അങ്ങനെ എല്ലായിടത്തേക്കും പോകും. അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിങ്ങനെ മടങ്ങി പോരും ചെയ്യും. ഈ പ്രകൃതിയുടെ സൃഷ്ടികർത്താവായ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല. അതാണിപ്പോൾ നമുക്കും തന്നെ ദൈവത്തിലുള്ള വിശ്വാസത്തെ
വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്താൻ, ദൈവവിശ്വാസികൾക്ക് മറ്റാര് പറഞ്ഞാലും വിശ്വാസത്തിന് ഒരു ഇളക്കവും പറ്റാത്ത കോലത്തിൽ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ, നല്ല ശക്തമായിട്ടുള്ള ബേസ് നൽകാൻ നമ്മൾ വിശ്വാസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമുണ്ട്, ഇദാ അതാലിയ യൗമൻ ലം അസ്ദദ് ഫീഹി ഇൽമൻ യുഖരിബുനി മിനല്ലാഹി ഫലാ ബൂരിക ലി തുലൂ ശംസി ദാലികൽ യൗം. എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഉദയം ചെയ്തു, ആ ദിവസത്തിൽ എനിക്ക് അള്ളാഹുവിനോട് എന്നെ കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ ഒരു വിജ്ഞാനം ഞാൻ ആർജിച്ചിട്ടില്ലെങ്കിൽ ആ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ബർക്കത്തില്ലാത്ത ദിവസമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തൻ്റെ വിശ്വാസത്തെ അള്ളാഹുവിൻ്റെ ദാത്ത് തന്നെ അനുഭവിച്ച റസൂൽ അല്ലേ, ദാത്ത് തന്നെ അനുഭവിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഭവിച്ചിട്ടാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. ദാത്ത് തന്നെ നമ്മളൊക്കെ സിഫത്തിൽ കൂടിയാണ് അള്ളാഹിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ദാത്ത് തന്നെ അനുഭവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഓരോ ദിവസവും അതിന് സഹായകമായ തരത്തിലുള്ള അറിവ് ഞാൻ നേടുന്നില്ലെങ്കിൽ ആ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ബർക്കത്തില്ലാത്ത ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണ ഓരോരുത്തരും അവനവൻ്റെ ദൈവത്തിലേക്കുള്ള എത്താനുള്ള വഴി, കൂടുതൽ സാമീപ്യത്തിനുള്ള വഴികൾ കണ്ടുകൊണ്ടിരിക്കണം എന്നാണല്ലോ ഇതിൻ്റെയൊക്കെ പ്രചോദനം. അപ്പോൾ അതിന് വിപരീതമായിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ അത് ഓരോ തമാശയായിട്ടും കളിയായിട്ടും ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നാളെ ഒരുത്തനെ ഫേസ്ബുക്കിൽ എനിക്കൊരു കുട്ടി കാണിച്ചു തന്നു. അതിലുണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക്, നിങ്ങൾ മതവിശ്വാസികൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് വികസിക്കുകയാണ് എന്ന് ഒരു പോസ്റ്റ്. അപ്പോൾ എനിക്ക് ആ കുട്ടി കാണിച്ചു തന്നപ്പോൾ ഞാൻ തന്നെ ആ കുട്ടീനോട് പറഞ്ഞു, ഇപ്പം തന്നെ ഇടുകയായിരുന്നു, നിങ്ങൾ ഭൂമിയിലുള്ള ജനങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ ഞങ്ങൾ ഭൂമി മാത്രമല്ല, ആകാശം മാത്രമല്ല, അണ്ടകടാഹങ്ങൾ അത്രയും സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തിലേക്ക് വികസിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിലേക്ക് വികസിക്കുകയാണല്ലോ ചെയ്യണത്. ആ സമയത്ത് ചുരുക്കം അങ്ങനെ വാചകടിക്കുക, ഓരോ വാചകങ്ങളിൽ കൂടി ഇങ്ങനെ വാചകടിച്ച്, അതാണ് ഞാൻ നേരത്തെ ഫ്രെഡറിക് നീഷനെ പറഞ്ഞത്, ഇങ്ങനെ വാചകടിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ഒരു സമ്പ്രദായത്തെ നമുക്ക് കാണാൻ സാധിക്കും. അധികവും മീഡിയയിൽ ഇതൊക്കെ തന്നെയുള്ളത്. ഒരു കുട്ടി കാണിച്ചു എന്നോട്, പടച്ചോനെ നമ്മളുണ്ടായിരിക്കുന്നത്, പടച്ചോനെ നമ്മളുണ്ടാക്കിയിട്ട് എന്താ കാര്യം, പിന്നെ എന്തിനാണ് നമ്മളുണ്ടായിരിക്കുന്നത്? അപ്പോൾ ഞാൻ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞു, ആ ചോദ്യകർത്താവിന് ആ ചോദ്യം ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. ആ ചോദ്യകർത്താവിന് ചോദ്യം ചോദിച്ചിട്ടുള്ള കാര്യം ഓന് ചോദിക്കാതെക്കാൻ പറ്റില്ല, അതുകൊണ്ടോ ചോദിച്ചതല്ലേ. പടച്ചോന് പടക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ടോ പടച്ചതാണ്. കാരണം ഓൻ സായില്ല, ഓന് ചോദിക്കാതെക്കാൻ പറ്റുന്നില്ല. അള്ളാഹ് ഖാലിഖാണ്, ഓന് പടക്കാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പഠിച്ചതാണ്. ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ സംശയം ജനിപ്പിക്കുന്ന രീതി കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും അതിനൊക്കെ ഉപരിയായി ഈ വിശ്വാസത്തിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ യുക്തിഭദ്രത, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിൻ്റെ യുക്തിഭദ്രത യഥാർത്ഥത്തിൽ 3 കാര്യം അസ്തിത്വത്തെ സംബന്ധിച്ച് നമ്മൾ പറയും. ഇപ്പോൾ ഞാനൊരിക്കൽ മുമ്പ് ഇതേപോലെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇവിടെ മേലാറ്റൂർ, എൻ്റെ നാടിൻ്റെ അടുത്ത് ഞാനന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരെ കോളേജിൽ പഠിപ്പിക്കുക, ശാന്തപുരം കോളേജിൽ പഠിപ്പിക്കുക. അവിടെ ഉണ്ടായിരുന്നു കുറച്ചാൽ, ഒരു 4 കൊല്ലമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ മേലാറ്റൂർ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് മാർക്സിസ്റ്റ് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ സമീപനം എന്ന വിഷയം, ഭാരതീയ പാരമ്പര്യത്തിൻ്റെ സമീപനം എന്ന ശീർഷകത്തിലാണ് വിഷയം. അങ്ങനെ കോളേജിൽ വന്നു, മേലാറ്റൂർ നിന്ന് കുറച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ വന്നുകൊണ്ട് പ്രിൻസിപ്പാളോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട്, ഭാരതീയ പാരമ്പര്യത്തിൻ്റെ സമീപനം. അതിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിശ്വാസികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരെയാണ് നമ്മൾ വിളിക്കാമെന്ന് ചോദിച്ചു. ആരെ കൊണ്ടുപോകുക വെച്ചു. അപ്പോൾ കോളേജിലെ അധ്യാപകന്മാർക്കൊന്നും തന്നെ പോകാനൊരു ധൈര്യം കിട്ടിയില്ല. കാരണം ഇത് പുതിയൊരു വിഷയമല്ലേ, ഭാരതീയ പാരമ്പര്യത്തിന് ഓടുള്ള സമീപനം എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്നാണ് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ പോവുക, അതിനെപ്പറ്റി പ്രിപ്പയർ ചെയ്യുകയൊക്കെ വേണ്ടേ, ഒരുങ്ങണ്ടേ, അല്ല ഇങ്ങനെ ഒന്നിട്ട് പറഞ്ഞാൽ എങ്ങനെ പോവുക ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാറുണ്ട്. ഞാൻ പോയാലിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഓരോടൊന്നും തോറ്റാലും പ്രശ്നമൊന്നുമില്ലല്ലോ, അപ്പോൾ ഞാൻ പോയിക്കോളാറുണ്ട്. അങ്ങനെ ഞാൻ പോയി. അവിടെ ചെന്നിട്ട് ഒരു നല്ല ബുദ്ധിജീവിയാണ്, ഒരു ബുദ്ധിജീവിയായിട്ടുള്ള ഒരു മാഷ്, വാസുദേവ മാഷ് എന്ന് പറയും. അദ്ദേഹമാണ് ചിന്തയിലേക്ക് ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹമാണ് വിഷയം അവതരിപ്പിക്കുന്നത്, ഭാരതീയ പാരമ്പര്യത്തിലുള്ള സമീപനം. അപ്പോൾ ഭാരതീയ പാരമ്പര്യത്തിലുള്ള സമീപനം എന്ന വിഷയം അവതരിപ്പിച്ച് അദ്ദേഹം ഭാരതീയ പാരമ്പര്യത്തെ നിരീശ്വരമയമായിട്ട് അവതരിപ്പിച്ചു. അതിന് അദ്ദേഹത്തിന് തെളിവുണ്ട്. കാരണം ചാർവാകനെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നിരീശ്വരവാദി ഉണ്ടായിരുന്നല്ലോ, മുനികൾ. ചാർവാക മഹർഷി മുനി എന്നൊക്കെ പറഞ്ഞ അയാൾ ഈ നിരീശ്വരവാദിയാണ്. അപ്പോൾ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഭാരതീയ പാരമ്പര്യത്തെ തന്നെ ഒരു ദൈവനിഷേധപരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു, ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നത് ദൈവം നിത്യനാണെന്നാണ്, നിത്യമായത് നിശ്ചലമായിരിക്കും.
നിശ്ചയമായ ഒന്ന് മറ്റൊന്നിൻ്റെ ചലനത്തിന് ഹേതുവല്ല. അതുകൊണ്ട് ദൈവം പ്രപഞ്ചത്തിൻ്റെ ചലനത്തിന് ഹേതുവല്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോയിന്റ്. അങ്ങനെ അദ്ദേഹം വിഷയം നന്നായിട്ട് അവതരിപ്പിച്ചു, 2-2.5 മണിക്കൂർ അവതരിപ്പിച്ചു. പിന്നെ ചർച്ച നടക്കുക. അപ്പോൾ ചർച്ചയിൽ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് 15 മിനിറ്റ് ഉള്ളൂ. ഞാൻ അധ്യക്ഷനോട് പറഞ്ഞു, പിന്നെ എനിക്ക് ഈ ഭാരതീയ പാരമ്പര്യത്തിലുള്ള സമീപനം എന്നുള്ള വലിയൊരു വിഷയത്തെ പറ്റി വിഷയം അവതരിപ്പിച്ച ആൾ 2-2.5 മണിക്കൂർ എടുത്ത സ്ഥിതിക്ക് എനിക്കൊരു 1/4 മണിക്കൂർ മാത്രം തന്നിട്ട് എങ്ങനെ നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും തരുവച്ചു. അല്ല, അത് നേരത്തെ ഷെഡ്യൂൾ ചെയ്താലും തരാൻ പറ്റില്ല, സമയത്രത്തിൻ്റെ തരുള്ളൂ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വിഷയം അവതരിപ്പിച്ച വിഷയത്തെ പറ്റിയല്ല, ഇവിടെ വിഷയം അവതരിപ്പിച്ച ആൾ പറഞ്ഞ പിന്നെ വിഡ്ഢിത്തങ്ങൾ, അയാളുടെ അബദ്ധങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ 15 മിനിറ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ വിഷയം അവതരിപ്പിച്ച ആൾ, അദ്ദേഹത്തിന് എനിക്ക് പരിചയമുള്ള ആളുമാണ്. ആ വിഷയം അവതരിപ്പിച്ച ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഭാരതീയ പാരമ്പര്യത്തെ അദ്ദേഹം നിരീശ്വരമയമായിട്ട് അവതരിപ്പിച്ചു. ഒരു ചാർവാകൻ ബൃഹസ്പതി എന്നൊക്കെ പറഞ്ഞാണ്ട് ഭാരതീയ പാരമ്പര്യത്തിൽ 1-2 നിരീശ്വരവാദികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭാരതീയ പാരമ്പര്യത്തെ നിരീശ്വരമയമായി അവതരിപ്പിച്ചത് ഒരു വാഴത്തോട്ടത്തിൽ 2 ചേമ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് വാഴത്തോട്ടത്തെ ചേമ്പ് തോട്ടം എന്ന് പറയുന്ന മാതിരിയാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പിന്നെ ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നത് ദൈവം നിത്യനാണെന്നാണ്. നിത്യമായത് നിശ്ചലമായിരിക്കും, നിശ്ചലമായത് മറ്റൊന്നിൻ്റെ ചലനത്തിന് ഹേതുവാവില്ല. അതുകൊണ്ട് ദൈവം പ്രപഞ്ചത്തിൻ്റെ ചലനത്തിന് ഹേതുവല്ല. ഇത് നല്ല തർക്കശാസ്ത്രപരമായി നോക്കുമ്പോൾ നല്ല വാചകം തന്നെയാണ്, കേൾക്കാനൊക്കെ രസമൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് മഹാവിവരക്കേടല്ലേ? കാരണം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി രണ്ടാളൊരു കൺസെപ്റ്റാണ് ലോകത്തുള്ളത്. ഒന്ന് പ്രപഞ്ചം അനാദിയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചം സാദിയാണ്. പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് അല്ലെങ്കിൽ തുടക്കമില്ല എന്ന് രണ്ടാളൊരു സങ്കല്പമല്ലേ ഉണ്ടാവുക. അപ്പോൾ പ്രപഞ്ചത്തിന് തുടക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മുമ്പത്തെ അവസ്ഥ നിശ്ചലമാണ്. അപ്പോൾ നിശ്ചലത്തിൽ നിന്ന് ചലനം ഉണ്ടായില്ലേ? ഈ പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്നാണെങ്കിലോ പ്രപഞ്ചം അനാദിയാണെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോഴും പ്രപഞ്ചം നിശ്ചലാവണ്ടേ? അപ്പോൾ പ്രപഞ്ചം ചലനല്ലേ? അതുകൊണ്ട് 2 നിലക്കാണെങ്കിൽ ഈ പറഞ്ഞത് മഹാവിവരക്കേടാണ് കാരണം. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഭാരതീയ പാരമ്പര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഭാരതീയ സ്രോതസ്സുകളിൽ നിന്ന് ഉദ്ധരിക്കണം. അദ്ദേഹം കുറേ ഇംഗ്ലീഷ് കൊട്ടേഷൻസ് ഒക്കെ ഉദ്ധരിച്ചിരുന്നത് ഭാരതീയ സ്രോതസ്സുകളിൽ നിന്ന് ഉദ്ധരിക്കണം. അപ്പോൾ ഭാരതീയ സ്രോതസ്സ് പിന്നെ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളിൽ നിന്നൊക്കെ അതൊക്കെയാണ് ഉദ്ധരിക്കേണ്ടത്. അതുപോലെ തീരെ ഉദ്ധരിക്കപ്പെട്ട് കണ്ടില്ല. ഞാൻ എൻ്റെ വാദത്തിന് ഞാൻ പറയുന്നത് ഭാരതീയ പാരമ്പര്യം ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്, മാത്രമല്ല ഏകത്വത്തിൽ അധിഷ്ഠിതമാണ്. ആധുനിക ഇസ്ലാമൊക്കെ ഇവിടെയല്ലേ വന്നതേ. അതുകൊണ്ട് തൗഹീദിൽ അടിസ്ഥാനമാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. പിന്നെ ഇതിന് വ്യതിചനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ അടിസ്ഥാനപരമായി ഭാരതീയ പാരമ്പര്യം ഈ പിന്നെ ഏകത്വത്തിൽ അധിഷ്ഠിതമാണ്. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്നല്ലേ ഉപനിഷത്തിലൊക്കെ പറയുന്നത്. സത്യം ഏകമാണ്, അതിനെ വിവരസ്ഥന്മാർ പല നിലക്ക് പറയണമെന്നല്ലേ. അപ്പോൾ ഭാരതീയ പാരമ്പര്യം ഏകത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. എന്നിട്ട് ഞാനൊരു ശ്ലോകം ചൊല്ലി, ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യ ജാത പതിരേകാസീത് സദാധാര പൃഥിവീം ദ്യാമുദേമ എന്ന് പറഞ്ഞൊരു ശ്ലോകം ചൊല്ലി. ആ ശ്ലോകത്തിൽ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഹിരണ്യഗർഭൻ ദൈവത്തെ അങ്ങനെ വിളിച്ചിരിക്കുന്നത് ഉണ്ടായിരുന്നു. അവനെയാണ് നമ്മൾ ധ്യാനിക്കണമെന്നൊക്കെയാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെ അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ സമയം കഴിഞ്ഞ് 15 മിനിറ്റ് അല്ലേ തീരുകയും ചെയ്തു. അതോടുകൂടി ഞാനിരുന്നു. പിന്നെ നമ്മൾ അവതാരകൻ എണീറ്റിട്ട് അദ്ദേഹം വിഷയത്തെ മറുപടി പറയാം. ആ മറുപടി പറഞ്ഞപ്പോൾ ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിരുന്നു, സദസ്സിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ എൻ്റെ വാദങ്ങളൊന്നും സ്പർശിച്ചില്ല. അതേ ആകെ പറഞ്ഞെന്താ വെച്ചാൽ ഹംസ ഇവിടെ ഉദ്ധരിച്ച ശ്ലോകത്തിൽ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞത് ദൈവമല്ല, അത് ഭൂമിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ട് ഏതായാലും ഇപ്പോൾ സദസ്സിലുള്ള ഒരാളായിക്കണമല്ലോ. അപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ട് മാഷേ പിന്നെ ഏതായാലും ഇപ്പോൾ മറുപടി പറയല്ലേ, ഇതിനും കൂടി പറഞ്ഞുകൂടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗാണല്ലോ, സ്ത്രീലിംഗല്ലേ, പുല്ലിംഗല്ലേ, ഭൂമി സ്ത്രീലിംഗല്ലേ, പിന്നെ എങ്ങനെ ഹിരണ്യഗർഭൻ പിന്നെ ഭൂമിയാകുക? മാത്രമല്ല ഹിരണ്യകശിപ്പു എന്നുള്ള ഒരു നോവലുണ്ട് പിന്നെ NP മുഹമ്മദിന്. അദ്ദേഹത്തിൻ്റെ നോവലിൽ പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ വ്യവസ്ഥയും പരാജയപ്പെട്ടിട്ട് വാനലോകത്ത് നിന്ന് ഹിരണ്യഗർഭൻ ഭൂമിക്ക് ഇറങ്ങി വരികയാണ് ഇവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട്. അതാണപ്പോൾ ഭൂമിക്ക് ഇറങ്ങി വരിക. ആകാശവും ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ ഹിരണ്യഗർഭൻ ഉണ്ടായിരുന്നു ആ ശ്ലോകത്തിൽ പറയുന്നത്. ആ ഭൂമി ഉണ്ടാക്കുന്നതിന് ഭൂമി ഉണ്ടായിരുന്നതാ, അതിൽ ഇയാൾ കുടുങ്ങി. പിന്നെ ഒന്നും പറയാനില്ല, സംസ്കൃത വേർഡാണ്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ മൂപ്പരാണ് നിർത്തുകയും ചെയ്തു, അപ്പോൾ ഞാനും നിർത്തുകയൊക്കെ ചെയ്തു. പിന്നെ മൂപ്പര് എനിക്ക് അത്യാവശ്യം നല്ല മനുഷ്യനാണ്, നല്ല ഒരു സത്യസന്ധന. നിരീശ്വരവാദികളാണെങ്കിലും പലപ്പോഴും നിരീശ്വരവാദികളിൽ വളരെ നല്ലവരുണ്ടാവും. കാരണം വെച്ചാൽ ആ ഗുണം പടച്ചവും കൊടുത്തത് ഓരോ പണിയല്ല, അതുകൊണ്ട് അതിന് വലിയ വാല്യൊന്നുമില്ല. അല്ലേ? ഓരോരുത്തർക്ക് പടച്ചവും കൊടുത്ത ഗുണത്തിന് നമ്മളെ എഫർട്ടല്ലല്ലോ, നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കണേ, നമ്മളെ അധ്വാനത്തിനല്ലേ വാല്യൂ ഉണ്ടാകുക. അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ ഗുണമല്ല, അത് പടച്ചവും കൊടുത്ത ഗുണം ഉണ്ടാവും, ഒരുപാട് നിരീശ്വരവാദികൾക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം അങ്ങനത്തെ ഒരു ഗുണമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ഒരു കാർഡ് അയച്ചു. അന്നത്തെ ചർച്ചയിൽ ഹംസ പറഞ്ഞ് 100% ശരിയായിരുന്നു, പക്ഷേ സ്റ്റേജിൽ വെച്ച് എനിക്ക് അങ്ങനെയല്ലേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞാണ് മുമ്പ് എനിക്ക് കത്തയച്ചു. പിന്നെ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിരീശ്വരവാദികൾ യുക്തിവാദികൾ
യുക്തിവാദികളും അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരൊക്കെ തന്നെയും വളരെ ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടോ പരിപക്വമാക്കിക്കൊണ്ടോ വാദങ്ങളെ പരിപക്വമാക്കിക്കൊണ്ടോ അല്ല, വളരെ ഷാലോ ആയിട്ട് ഉപരിപ്ലവപരമായിട്ട് അതുവരെ കണ്ടെത്താത്ത രീതിയിൽ. ഇപ്പോൾ നമ്മുടെ ഇസ്ലാം മതത്തിലുള്ള ദൈവത്തെ ആ ദൈവത്തെ കണ്ടെത്തി ആ ദൈവത്തെ ശരിക്കും കണ്ടെത്താൻ അവർക്ക് അവസരമില്ല. ഒന്നുകിൽ അവസരം ഉണ്ടായിട്ടുണ്ട്, അവരല്ലെങ്കിൽ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പിന്നെ പിന്നെ ചരിത്രത്തിൽ ഒരു ഉദാഹരണം അബൂ ഹനീഫ ഇമാമിൻ്റെ ഉദാഹരണം കൂടെ പറയേണ്ടതല്ലോ. ഒരിക്കൽ പിന്നെ യഥാർത്ഥത്തിൽ ഈ ദൈവബോധം എന്നുള്ളത് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്, ഇല്ലാതെക്കൂല, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും, ഇല്ലാതെക്കൂല. ബനൈതു ഒരു ഖുദ്സി ഹദീസിൽ പറയുന്നില്ലേ, ബനൈതു ഫി ജൗഫി ബിനി ആദമ ഖസ്റൻ വഫിൽ ഖസ്രി സദ്റൻ വഫി സദ്രി ഖൽബൻ വഫിൽ ഖൽബി ഫുആദൻ വഫിൽ ഫുആദി ശഗാഫൻ വഫി ശഗാഫി ലുബ്ബൻ വഫിൽ ലുബ്ബി സിർറൻ വഫി സിരി അന. അല്ലാഹു തആല പറയുന്നതായിട്ട് ബനൈതു ഫി ജൗഫി ബിനി ആദമ ഖസ്റൻ, ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഞാനൊരു മാളിക പണിതിട്ടുണ്ട്. വഫിൽ ഖസ്രി സദ്റൻ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സദറുള്ളത്, ആ സദറിൻ്റെ ഉള്ളിലാണ് കൽബുള്ളത്, കൽബിൻ്റെ ഉള്ളിലാണ് ഫുആദ് ഉള്ളത്, ഫുആദിൻ്റെ ഉള്ളിലാണ് ശഗാഫ് ഒരു ഉള്ളറയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഉൾക്കാമുണ്ട്, അതിൻ്റെ ലുബിൻ്റെ ഉള്ളിൽ ഒരു സിറുണ്ട്, ആ സിറിൽ ഞാനുണ്ട്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചുള്ള ചിന്ത മനുഷ്യൻ്റെ ഒക്കെ ഉള്ളിൽ ഉണ്ട്. അത് എന്തുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിലുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിഷേധിക്കേണ്ടി വരികയാണ് പിന്നെ ചെയ്യുന്നത് ഓരോ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ സംഭവിക്കുന്നത് ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. അതിന് തെളിവായിട്ട് നമ്മൾ ഇമാം ജാഫർ സാദിഖിൻ്റെ കാലത്ത് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞേ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവവിശ്വാസം എന്ന് പറഞ്ഞ് മനസ്സിലായി തരുമോ, ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. അപ്പോൾ ജാഫർ സാദിഖ് എന്നൊരു ചോദിച്ച്, പിന്നെ നിങ്ങൾ കപ്പൽ യാത്ര ചെയ്തിരിക്കണോ ചോദിച്ചു. ആ ചെയ്തിരിക്കണു പറഞ്ഞു. കപ്പൽ അപകടത്തിൽപ്പെട്ട കാറ്റിലൊക്കെ പെട്ടിട്ട് തകരാൻ പോണ വല്ല അവസ്ഥ, മുങ്ങാൻ പോണ വല്ല അവസ്ഥയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ചോദിച്ചു. ആ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നത്തെ കപ്പൽ പറഞ്ഞപ്പോൾ പായ്ക്കപ്പലല്ലേ, അത് നമ്മൾ വിചാരിച്ചു കൊടുത്തക്കല്ലോ, കാറ്റ് വിചാരിച്ചു കൊടുത്തക്കല്ലേ പോവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപകടത്തിൽ പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഇതിന് രക്ഷപ്പെടാം, ഇന്നത്തെ പുതിയ രീതികളോ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ രക്ഷപ്പെടാൻ, മെസ്സേജ് കൊടുക്കാനും വരുത്താനൊന്നും സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ പിന്നെ മുങ്ങും എന്നുള്ള ഭയങ്ങൾക്കുണ്ടായിന്ന് ചോദിച്ചു. ഇനി ഞാൻ ജീവിക്കാൻ പോകണില്ല എന്നുള്ള ഭയം ഉണ്ടായിരുന്നില്ല ചോദിച്ചു. ആ ഉണ്ടായിന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയില്ല ചോദിച്ചു. ആ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നാലും ഞാൻ കഴിച്ചിലാവും എന്നൊരു തോന്നലുണ്ട് ഇതിൽ ചോദിച്ചു. ഉണ്ടാവും നമുക്ക് എത്ര ആപത്ത് വരികയാണെങ്കിലും ഞാൻ ഈ പെടൂല എന്ന് അവസാനം വരെ ഉണ്ടാവും ഒരു തോന്നൽ. അതുകൊണ്ട് എന്നാലും രക്ഷപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ട് ഇതിൽ ചോദിച്ചു. ആ അതുണ്ടായിരുന്നു, രക്ഷപ്പെടും ചെയ്തു, അതുകൊണ്ടാണല്ലോ ചോദിക്കാൻ ആളുണ്ടായത്. അപ്പോൾ രക്ഷപ്പെടും എന്നുള്ള തോന്നലുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഭൗതികമായ ഒരു സാധ്യതയും നിങ്ങളുടെ രക്ഷപ്പെടലിന് ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ ഉള്ളിലുണ്ടായില്ലേ എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു. ആ സാധ്യതയെ ഭൗതികമായ ഒരു കേന്ദ്രമായിട്ടും ബന്ധിപ്പിക്കാൻ പറ്റൂലല്ലോ, ബന്ധിപ്പിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ അത് അഭൗതികമായ സാധ്യത ആ കേന്ദ്രത്തോടല്ലേ ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ പറഞ്ഞു. അതാണ് ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ, ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ വിശ്വാസിയാക്കി മാറ്റിയെടുക്കാൻ പറ്റി, അദ്ദേഹത്തിന് വിശ്വാസിയാക്കി മാറ്റിയെടുക്കാൻ പറ്റി. ഇപ്പം എന്താ വെച്ചാൽ അതേപോലെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്ക് സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതെ കൂര അതുണ്ടാവും. അത് സന്ദർഭം വരുന്ന സമയത്ത് ഇങ്ങോട്ട് ഉയർന്നു വരും. അത് അവനാ ചിന്തിച്ചു നോക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് വേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനൊരു ദൈവമല്ലെങ്കിൽ എന്താ ചെയ്യുക? മതം കൊണ്ട് മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ, ദൈവവിശ്വാസം കൊണ്ടും മതം കൊണ്ടും മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മനുഷ്യന് എക്സ്പ്ലനേഷൻ, 2 എക്സോർഷൻ, 3 പിന്നെ ഇൻസ്പിറേഷൻ, 4 കൺസോലേഷൻ. ഈ 4 കാര്യം ഏതൊരു മനുഷ്യനും ആവശ്യമുള്ളതാണ്. 1 എക്സ്പ്ലനേഷൻ, 2 എക്സോർഷൻ, 3 ഇൻസ്പിറേഷൻ, 4 കൺസോലേഷൻ. ഒന്നാമത്തേതിനെ പറ്റി ആലോചിച്ച് നോക്കി. ഒരു എക്സ്പ്ലനേഷൻ വേണം നമുക്ക്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് മനുഷ്യൻ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റു ജീവജാലങ്ങൾ പ്രപഞ്ചത്തെ അനുഭവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മനുഷ്യൻ പ്രപഞ്ചത്തെ അനുഭവിക്കുക മാത്രമല്ല അറിയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മനുഷ്യൻ പ്രപഞ്ചത്തെ അറിയണം, വ്യാഖ്യാനിക്കണം, ഇങ്ങനെയാണല്ലോ മനുഷ്യൻ ഉണ്ടാവേണ്ടത്. അവിടെ പ്രപഞ്ചത്തെ അനുഭവിക്കുകയാണ് മറ്റു ജീവികളൊക്കെ ചെയ്യേണ്ടത്. മനുഷ്യൻ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതിന് പുറമെ ആ പ്രപഞ്ചത്തെ അറിയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ മനുഷ്യന് എക്സ്പ്ലനേഷൻ കിട്ടണം. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലനേഷൻ കിട്ടണം. എന്താ എക്സ്പ്ലനേഷൻ കിട്ടുക? മേപ്പിട്ടാണ് പോകും. ആലോചിച്ച് നോക്കാം നമുക്ക്. മേപ്പിട്ടാണ് പോയാലെന്താ? ആകാശമുണ്ട്, അങ്ങനെ കുറേ അതിൻ്റെ അപ്പുറം ഗാലക്സികളുണ്ട്, അതിൻ്റെ അപ്പുറം പോയാലെന്താ, അപ്പുറം പോയാലെന്താ ഒരു പിടുത്തം കിട്ടുന്നില്ല, ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. കീപ്പിട്ടാണ് പോയാലെന്താ, അതിൻ്റെ കീപ്പിട്ടാണ് പോയാലെന്താ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. അങ്ങനെ പോയിട്ട് അനന്തതയിലേക്ക് ഇങ്ങനെ എത്തല് ചെയ്യണത്. ഇനി അപ്പുറത്തേക്ക് ഇനി കാലത്തെ പറ്റി നോക്കുകയാണെങ്കിലോ പ്രപഞ്ചം ഉണ്ടായതാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ പിന്നെ പ്രപഞ്ചം അനാദിയാണെങ്കിൽ അങ്ങനെ, സാദിയാണെങ്കിൽ അങ്ങനെ. അതിൻ്റെ മുമ്പ് എന്താ? ഇനി പ്രപഞ്ചത്തിൻ്റെ അവസാനം
ഇനി ഇവിടുന്നാണ് പോയാൽ എന്താ സംഭവിക്കുക, പിന്നെന്താ സംഭവിക്കുക. അപ്പോൾ കാലികമായിട്ടും സ്ഥൈലികമായിട്ടും രണ്ട് നിലക്ക് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും പ്രപഞ്ചത്തെ പറ്റി എക്സ്പ്ലനേഷൻ കിട്ടില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടണം. ഈ എക്സ്പ്ലനേഷൻ കിട്ടാൻ വഴിയില്ല. ആ സമയത്ത് നമ്മൾ ഖുർആനിൽ കൊണ്ട് വന്നാലോ എന്താണ് അതിൻ്റെ മുമ്പെന്താണ് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശേഷം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ എക്സ്പ്ലനേഷൻ കിട്ടണേ. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എക്സ്പ്ലനേഷൻ ഇല്ലാതെ അങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്ത് ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു, വളരെ കൃത്യമായ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഒന്ന് മതത്തിൽ കൂടി വിശ്വാസത്തിൽ കൂടി മനുഷ്യനെ ഇത് വിശ്വാസത്തിൽ കൂടി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആലോചിക്കുകയാണി ഈ പ്രപഞ്ചത്തെ പറ്റി ഇതിന് നാഥനില്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുക. ഒരു നാഥനില്ലാത്ത പ്രപഞ്ചത്തെ പറ്റി ഒന്ന് ആലോചിക്കുകയാണി, ഒരു വാർഡൻ പോലും ഇല്ലാത്തൊരു എത്തിങ്ങാന മാതിരി അല്ലേ, വാർഡൻ പോലും ഇല്ലാത്തൊരു എത്തിങ്ങാന മാതിരിയ പ്രപഞ്ചം നാഥനില്ലെങ്കിൽ ഉണ്ടാകുക. നമുക്ക് വല്ലതും ചോദിക്കാനോ കുടുങ്ങിയാൽ എന്തെങ്കിലും പറയാനോ മനസ്സിലിങ്ങനെ തിങ്ങി വരിക. മനുഷ്യന് ചിലപ്പോൾ ആരോടും പറയാൻ പറ്റാത്ത ചില കാര്യം ഉണ്ടാവും. നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് നിധി കിട്ടിയാൽ ഇത് ആരോടും പറയാൻ അല്ലേ, പറഞ്ഞപകടമല്ലേ, പുറത്തു വിട്ടാൽ പറയേണ്ടത് അതിന് ജായിസും ആരാലും അല്ലേ ഞാൻ പറയേണ്ടത്. പക്ഷെ നിധി കിട്ടിയ സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം. ഈ സന്തോഷം പ്രകടിപ്പിക്കാൻ അത് ആരോടൊട്ട് പറയാൻ പോലുമല്ല. അപ്പോൾ ആരോടേലൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു മുട്ടൽ മനസ്സിലുണ്ടാവില്ല, ഒരു വീർപ്പ് മുട്ടൽ. ഈ സന്തോഷം എവിടെ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ. പക്ഷെ അവനവൻ്റെ സ്വന്തം കെട്ടിയ പെണ്ണുങ്ങളോടടക്കം പറഞ്ഞ അപകടകാരം. അങ്ങനെയുള്ള ചില സന്തോഷങ്ങൾ മനുഷ്യൻ നിധിയെ ഉദാഹരണം പറഞ്ഞുള്ളൂ. എന്തായാലും ചിലപ്പോൾ അങ്ങനത്തെ പലതും ഉണ്ടാവും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം ഉണ്ടാവും. ഈ ആഹ്ലാദം ആരോടെങ്കിലും പങ്കിടണം. പക്ഷെ പങ്കിട്ട അപകടം. അപ്പം എന്താ ചെയ്യാൻ പറ്റുക? ആരോടും പങ്കിടാൻ പറ്റില്ല. പക്ഷെ അപ്പം അൽഹംദുലില്ലാ പടച്ചോനെ എന്തൊരു ആശ്വാസം മനസ്സിനുണ്ടാകുക അല്ലേ. ഒരു മതവിശ്വാസിയാണെങ്കിൽ ആശ്വാസം കിട്ടണേ. ഇനി സങ്കടം ഉണ്ടായി ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി നുള്ളിക്കോളി, ഒരു തെറ്റ് പറ്റി, ആ തെറ്റ് ആരോടും പറയാൻ പറ്റില്ല, അപകടമാണ്. കിട്ടിയ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ കാരണം വലിയ അപകടം ഉണ്ടാകുക. അങ്ങനത്തെ തെറ്റാണ് നുള്ളിക്കോളി. അങ്ങനെയുള്ള തെറ്റ് ജീവിതത്തിൽ പറ്റിയാൽ അതിലുണ്ടാകുന്ന പശ്ചാത്താപ ബോധം, അതിലുണ്ടാകുന്ന മനപ്രയാസം ആരോടെങ്കിലും ഷെയർ ചെയ്യണ്ടേ. ആരോടാ ഷെയർ ചെയ്യുക? ആരോട് ഷെയർ ചെയ്താലും അപകടം. അപ്പോൾ അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പടച്ചോനെ അല്ലേ, ഇങ്ങനെ ഉണ്ടല്ലോ, ഇതിനൊക്കെ പറ്റുന്ന ഒരു നാഥൻ ഇല്ല പ്രപഞ്ചത്തിൽ എന്ന് വന്നാൽ പിന്നെ ഒരു വാടൻ പോലും ഇല്ലാത്തൊരു എത്തിങ്ങാനം അതേ ഉണ്ടാവും പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് മനുഷ്യന് എക്സ്പ്ലനേഷൻ വേണം, ജീവിതത്തിൽ എക്സ്പ്ലനേഷൻ കിട്ടണം. ഈ എക്സ്പ്ലനേഷന് ആവശ്യമായിട്ടുള്ളത് മതത്തിൻ്റെ അഭാവത്തിൽ എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. അത് വളരെ കൂടുതലായിട്ട് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. രണ്ടാമത് എക്സോർഷൻ. മനുഷ്യന് ഒരു ചിട്ടപ്പെടുത്തിയ ജീവിതം വേണം, ഒരു ചിട്ടയോടുകൂടിയുള്ള ജീവിതമാണ്. ഈ ചിട്ടയോടുള്ള ജീവിതം ആവശ്യം എന്നുള്ളത് അതുകൊണ്ടാണല്ലോ, സിസ്റ്റം വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ബെഞ്ചും ഡെസ്കൊക്കെ വളരെ കൃത്യത്തിന് ഇട്ടുകൊണ്ട് സ്റ്റേജ് ഇവിടെ സംവിധാനിച്ചുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടല്ലോ, സിസ്റ്റം മൈക്ക് അവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അത് മനുഷ്യൻ്റെ താല്പര്യമല്ലേ. പക്ഷേ പ്രപഞ്ചത്തിനൊരു സിസ്റ്റം വേണം. സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? റൂള് വേണം. ആ റൂള് മനുഷ്യനുണ്ടാക്കുന്ന റൂള് അപൂർണ്ണീകരണം. കാരണം മനുഷ്യൻ അപൂർണനാണ്. അപൂർണനായ മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളും അപൂർണ്ണീകരണം. ഞാൻ മുമ്പൊരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഡിബേറ്റിംഗ് ക്ലബ്ബ് ഉണ്ടാക്കിയിരുന്നു. ഡിബേറ്റിംഗ് ക്ലബിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡിബേറ്റ് മാത്രം. 1 മണിക്കൂർ സമയം ആർക്കും വരാം, ഈശ്വരവിശ്വാസിക്കും വരാം, നിരീശ്വരവാദിക്കും വരാം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആർക്കും വേണമെങ്കിലും വരാം. അങ്ങനെ വന്നുകൊണ്ട് തർക്കിച്ചാൽ തമ്മിൽ തർക്കിച്ചുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ബെല്ലടിക്കും. അവരോട് തർക്കം നിൽക്കണം, പിന്നെ ഉണ്ടാവില്ല. പിന്നെ ചോദ്യം ചോദിച്ചിട്ടേ ഉള്ളൂ, ഉത്തരം അത് പിന്നെ പ്രശ്നമില്ല, മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നിർത്തും. ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ 1ാമത്തെ ദിവസം ദൈവവിശ്വാസം എന്നുള്ള വിഷയം. ആ വിഷയത്തെ പറ്റി ഞാനാണ് തർക്കം തുടങ്ങണമെങ്കിൽ ഒരാൾ ഏതുണ്ടാക്കണമല്ലോ, വിഷയം അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ ആ വിഷയം അവതരിപ്പിച്ച് ഞാനാണ്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ പറഞ്ഞു, പല പോയിന്റും പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ പിന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു വ്യവസ്ഥ വേണം. വ്യവസ്ഥ ഉണ്ടാവണമെങ്കിൽ റൂള് വേണം. ആ റൂള് മനുഷ്യനുണ്ടാക്കിയ അപൂർണ്ണീകരണം. അപൂർണ്ണനായിട്ടുള്ള മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ അപൂർണ്ണമായിരിക്കും. അതുകൊണ്ട് പൂർണ്ണമാവണമെങ്കിൽ മനുഷ്യാതീതമായ കേന്ദ്രത്തിന് വരണം എന്ന് പറഞ്ഞാണ്ട് ഞാൻ ആ വിഷയം അവതരിപ്പിച്ചു. എൻ്റെ അവതരണത്തിന് ശേഷം ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരാളെ എണീറ്റുന്ന് കണ്ട് നിങ്ങളതിന് വ്യവസ്ഥ വേണമെന്ന് ആദ്യം പറഞ്ഞുണ്ടാക്കിയിട്ടല്ലേ, വ്യവസ്ഥ വേണം റൂള് വേണമെന്നൊക്കെ ആദ്യം പറഞ്ഞുണ്ടാക്കിയിട്ടല്ലേ, എന്തിനാ വ്യവസ്ഥയും റൂളും? യുക്തിവാദികൾക്ക് വ്യവസ്ഥയും റൂളും വേണ്ടെന്നാണല്ലോ. അപ്പോൾ എന്തിനാ വ്യവസ്ഥയും റൂളും? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂലേ? ഈ പോത്തുകളൊക്കെ ജീവിക്കണപ്പോൾ വ്യവസ്ഥ ഉണ്ടായിട്ട്, റൂൾ ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ എണീറ്റുകാട് ഉത്തരം പറയാതെ അവിടെ ഇരുന്നു. ആ മുമ്പ് ചോദിച്ചു, നിങ്ങൾ എന്തെൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാത്ത ചോദിച്ചു. പോത്തുകളൊക്കെ ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടാണ് ജീവിക്കണത് ചോദിച്ചു. പോത്തുകളൊക്കെ ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടാണ് ജീവിക്കണത്. പോത്തുകളായി ജീവിച്ചാൽ മതി, പിന്നെ ഇതിന് ഉത്തരം
അതുകൊണ്ടാണ് പറയാത്തത് കാരണം. അപ്പോൾ എനിക്ക് രണ്ടു ഉദ്ദേശം ഉണ്ടായിരുന്നു, ചോദ്യം കർത്താവ് ഞാൻ പോത്താക്കും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇങ്ങനെ നിയമങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന് ഒരു നിയമവും വ്യവസ്ഥയും ചിട്ടയും വേണമെന്ന അതുപോലെ വ്യവസ്ഥയും ചിട്ടയൊക്കെ ഉണ്ട് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞത് നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങൾ സനുരീഹി മായാത്തിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം, നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങൾ പ്രപഞ്ചത്തിലെ എല്ലാ ദിക്കുകളിലേക്കും നോക്കുക, എൻ്റെ തെളിവുകൾ, എൻ്റെ അടയാളങ്ങൾ, സൂചനകൾ നിങ്ങൾക്ക് അവിടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് അള്ളാഹു തആല പറഞ്ഞത്. അവിടെ ഇങ്ങനെ പടച്ചോനെ പറ്റി മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിൽ നോക്കി, ഇവിടെ ഡൽഹി പോയിട്ടുണ്ടെങ്കിൽ അവിടെ വലതുഭാഗത്ത് ഒരു മഖബറ കാണും. അത് ബാബ ഷഹീദ് സർമദി എന്നുള്ള ഒരു സൂഫി വര്യൻ്റെതാണ്. അദ്ദേഹം ഇറാനിലേക്ക് സാധനങ്ങൾ ഇറാൻകാരൻ്റെ ചെയ്തു, പേർഷ്യയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം അങ്ങോട്ട് കൊണ്ട് സാധനങ്ങളൊക്കെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹം ഈ ഹിമാലയ പർവ്വതത്തിൽ പോയിരുന്നു. ഹിമാലയത്തിൽ ചെന്നപ്പോൾ ഹിമാലയത്തിൻ്റെ പ്രകൃതി രമണീയത ഇത് കണ്ടിട്ട് അദ്ദേഹം അതിലിങ്ങോട്ട് വശീകൃതനായി. എന്നിട്ട് അങ്ങനെ പോയി കാശ്മീരൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. കാശ്മീരൊക്കെ എത്ര സുന്ദരമാണ്, പഴയ കാശ്മീർ. ഇപ്പോഴത്തെ കാശ്മീർ ഒക്കെ പോയില്ലേ. അതുകൊണ്ട് പഴയ കാശ്മീർ, അതുകൊണ്ട് ഹുദായാലോ ഒട്ടാതെ മേരാ കാശ്മീർ എന്ന് പാട്ടുകാരൻ പാടണ്ടല്ലേ. പർച്ചോനെ ആ കാശ്മീർ തിരിച്ചുകൊണ്ടത് പഴയ കാശ്മീരിനെ പറ്റിയ ഹുദായാലോ ഉഠാതെ മേരാ കാശ്മീർ എന്ന് പാടണ്ടല്ലേ. അതുകൊണ്ടാണ്. അപ്പം അത്ര സുന്ദരമാണ് കാശ്മീർ. അഗർ ബഹഷ്ത് ദർ ജമീനസ്ത് ഹമീനസ്ത് എന്നല്ലേ മുഗൾ ചക്രവർത്തി പോയിട്ട് കണ്ടപ്പോൾ പറഞ്ഞത്. ഭൂമിയിലാണ് സ്വർഗമെങ്കിൽ അത് ഇവിടെ തന്നെയാണ് ആ കാശ്മീർ. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ഹിമാലയ പർവ്വതത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അതിന് വശീകൃതനായിട്ട് അള്ളാഹിനെ പറ്റി ആലോചിച്ച് ധ്യാനനിരതനായി വിസ്മൃതനായ മജ്ദൂബായ സൂഫിവര്യനായി മാറിയ ആളാണ് അദ്ദേഹം. അവിടെ കിടക്കണ ഷഹീദ് സർമദി എന്നുള്ള ആൾ. പടച്ചവനെ പറ്റി ആലോചിക്കാൻ നമ്മളെ നമുക്കിപ്പോൾ കാശ്മീർക്ക് അല്ലേ, നമുക്ക് അവിടെ കൊടുക്കും ഹിമാലയത്തിലേക്ക് ഒന്നും പോകണ്ട. കേരളം തന്നെ എത്ര സുന്ദരമാണ്, പക്ഷെ ആലോചിക്കേണ്ട മനുഷ്യന്മാർ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി കരളും മിഴയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി പുളകമ്പൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റങ്ങൻ വന്നു പോയാൽ തുരുതുര പൂമഴയായി. പിന്നെ കേരളത്തെ പറ്റി ശംഖുമുഴ പാടിയതാണേ. ഇത്ര സുന്ദരമായ കേരളത്തായിട്ട് ചിലപ്പോൾ കാശ്മീരിൽ പോകണത് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളെന്താ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, അദ്ദുനിയാ ഹുൽവത്തുൻ ഖദിറ വല്ലാഹു മുസ്തഖലിഫുകും ഫീഹാ വനാദിറുൻ കൈഫ തഅമലൂൻ. ഇഹലോകം ഹരിത മധുരമാണ്. അങ്ങനെയുള്ള ഒരു ഇഹലോകത്തിലാണ് അള്ളാഹു തആല നിങ്ങളെ വസിപ്പിച്ചിരിക്കുന്നത്. ഓൻ്റെ പ്രതിനിധികളായി ഖലീഫമാരായി നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത്. വനാദിറുൻ കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവൻ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ദുനിയാവിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുനിയാവ് ഹുൽവത്തും ഖദിറത്തുമാണെന്ന, ഗ്രീനാണ്, സ്വീറ്റാണ്. ഇത്ര സുന്ദരമായ പ്രകൃതി. നമ്മൾ നിലമ്പൂർ ഇയാളുടെ SNMയിൽ ഒരു പാട്ടുകാരുണ്ടായിരുന്നു, കത്തുപാട്ട് എഴുതിയ SNMയിൽ മുമ്പൊരു ഒരു വാദം ഉണ്ടായിരുന്നു. ഷെയ്ത്താൻ ഉസാർ ഇബിലീസ് ഉസാറാണ്. ഇബിലീസ് ഉസാറാണ് മുമ്പര്. അപ്പോൾ മുമ്പര് സുഹൃത്തിൻ്റെ അടുത്ത് വന്നൊരു രസം, നിങ്ങളൊന്ന് പോര് ചോദിച്ചു. എവിടെ കഴിച്ചു? ആ SNMയുടെ അടുത്ത് കാണാൻ എന്തിനാപ്പോൾ ചോദിച്ചു. അയാൾ ഇബിലീസ് ഉസാറാണ് കൊടുക്കുന്നത്. അയാളോട് വർത്താനം പറഞ്ഞിട്ട് നേരെയായിട്ട് നിങ്ങളൊന്ന് പോരുന്നായിരുന്നു. ഇവിടെ പോയോ കാരണം മൂപ്പരടുത്ത് നാട് ചോദിച്ചു, അല്ല നിങ്ങളിങ്ങനെ ഇബിലീസ് സാറാ അറിയണ എന്താ ചോദിച്ചു. ഇബിലീസ് സാറല്ലേ, ഇബിലീസ് ആദിനെ പിന്നെ കൊണ്ടും ഔവാവുമാനെ കൊണ്ടും പഴം നീച്ചിട്ടില്ലെങ്കിൽ ഈ സുന്ദരമായ ഭൂമിയിലേക്ക് നമ്മൾ എത്തുമോ? എത്ര സുന്ദരമായ ഭൂമിയാണ് ഇവിടേക്ക് നമ്മൾ എത്തുമോ? സ്വർഗത്തിൽ കൂടി ഇങ്ങനെ വയന്ന് നടക്കുന്നുണ്ടാവും, ഈ ഭൂമിക്ക് എത്തുമോ? ഇബിലീസ് സാറന്നല്ലേ, ഇബിലീസ് സാറാ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല. അള്ളാഹു തആല ഭൂമി അതിനെ പിന്നെ പടക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണേ, ഇനി ജായലും ഫിൽ അർളി ഖലീഫ എന്ന ഭൂമിക്ക് വേണ്ടി പടക്കാൻ തന്നെ പറഞ്ഞിരിക്കണേ. ഓരോ വൈക്ക് ഇബിലീസിനെ കണ്ടു എന്നുള്ളൂ, അല്ല ഇബിലീസ് കാരണമായിട്ടൊന്നും അല്ല ഇങ്ങോട്ട് എത്തിക്കണത്. നിങ്ങൾക്ക് ഇബിലീസിൻ്റെ ഏത് ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോദിച്ചു. ഇബിലീസിൻ്റെ ധിക്കാരം എന്ന ഗുണം എന്നാണ്. അപ്പോൾ നിങ്ങളെ കുട്ടികളെ കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുന്ന കുട്ടിയുടെ അവർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു. അല്ല കുട്ടികളുടെ കാര്യത്തിലേ പറ്റൂല. എന്നാൽ കെട്ടിയോളെ കാര്യത്തിലായിക്കോട്ടെ, കെട്ടിയോള് നിങ്ങളെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുന്ന സമയത്തായിരിക്കും ഓളോട് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു. കുട്ടികളുടെ കാര്യത്തിലും പറ്റൂലായിരുന്നു. പിന്നെ ആരെ കാര്യത്തിലാണ് പറ്റിയ ഒരു ഗുണം ഉണ്ടെങ്കിൽ അവനാൻ്റെ കെട്ടിയേക്കും കുട്ടിയേക്കും ഉണ്ടാവണമെന്നല്ല ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് മുമ്പ് പോയിന്റാണ് പൊളിഞ്ഞു. പക്ഷെ മുമ്പ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം, നമ്മുടെ ചുറ്റുപാടിൻ്റെയൊക്കെ സൗന്ദര്യം, ഇത്ര സുന്ദരമായ ഈ പ്രകൃതിയിൽ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇതൊക്കെ ആസ്വദിച്ചിട്ട് ഇതിൽ കൂടി ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണ്ടേ? അത് എന്തു വേണം? അതുകൊണ്ട് യുക്തിവാദികളുടെ മുമ്പിൽ ഒന്നാമതായിട്ട് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് ഞങ്ങൾ അന്വേഷിക്കണം. അതാണ് ബർറർ റസൂൽ പറഞ്ഞത്. ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ 2006 അമേരിക്കയിൽ ഏറ്റവും കൂടുതലായി വായിക്കപ്പെട്ടൊരു പുസ്തകമുണ്ട്.
ആ പുസ്തകം ഗോഡ് ഡെല്യൂഷനാണ്. അത് ദൈവവിഭ്രാന്തി എന്നുള്ള പേരിൽ നമ്മൾ DC ബുക്സ് ഇവിടെയൊക്കെ തന്നെ ബുക്ക് സ്റ്റാളിൽ നമുക്ക് കിട്ടും. ഒരു 400-ഓളം പേജുള്ളൊരു പുസ്തകമാണ് ഗോഡ് ഡെല്യൂഷൻ, ദൈവവിഭ്രാന്തി എന്നാണ് അതിൻ്റെ അതിൻ്റെ തുടക്കത്തിൽ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ചിന്തകൻ്റെ കൊട്ടേഷനാണ്. ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഇല്ല എന്നത്, തെളിവില്ല എന്നത് ഇല്ല എന്നതിന് തെളിവാകുന്നു. വലിയ കോളായിട്ട് അമേരിക്കയിൽ 2006 ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് കൊടുത്ത ആ പുസ്തകത്തിലെ 1ാമത്തെ കൊട്ടേഷനാണ് ഈ പറയുന്നത്. ഇതിനേക്കാണ് വലിയ വിഡിത്തം വേറുണ്ടോ? ആലോചിച്ച് നിങ്ങൾ. ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. തെളിവില്ല എന്നത് ഇല്ല എന്നതിന് തെളിവാകുന്നു. തെളിവില്ല എന്നത് എങ്ങനെ ഇല്ല എന്നതിന് തെളിവാകുക? തെളിവില്ല എന്നത് തെളിവില്ല എന്നതിനല്ലേ തെളിവാകുള്ളൂ, അല്ലേ? തെളിവില്ല എന്നത് തെളിവില്ല എന്നതിനെ തെളിവാകുള്ളൂ. തെളിവില്ല എന്നെങ്ങനെ ഇല്ല എന്നതിന് തെളിവാകുക? എന്നിട്ട് അതാണ് വലിയ കൊട്ടേഷനായിട്ട് എൻ്റെ തുടക്കത്തിൽ ലോകപ്രസിദ്ധരായിട്ടുള്ള ഒരു ഡാർവിനിസ്റ്റാണ് ആ പുസ്തകം എഴുതിയ ആൾ. അങ്ങനെ ആ പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ യുക്തിവാദികൾ ഉന്നയിക്കുന്ന എല്ലാ വാദങ്ങളും ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നാമതായിട്ട് മതം കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ ആവശ്യം മനുഷ്യന് മതം വേണ്ടി വരുന്നത് എന്താ വെച്ചാൽ എക്സ്പ്ലനേഷൻ ഒന്നാമത്തത്. രണ്ടാമത്തത് എക്സോർഷൻ, ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം എവിടുന്ന ചിട്ട കിട്ടുക? ഈ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിന്, അവൻ്റെ പെരുമാറ്റത്തിന്, അവൻ്റെ ഇടപാടിന്, അവൻ്റെ നടപ്പിരിപ്പിന്, അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചിട്ടയുണ്ടല്ലോ. ആ ചിട്ട പലരും ലംഘിക്കുന്നുണ്ടാവും. ഞാൻ തന്നെ കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് ബസ്സിലിരിക്കുമ്പോൾ ഞാൻ പേടിച്ചിരിക്കുകയാണ്. കാരണം എന്താ? എൻ്റെ തൊട്ടടുത്തൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ തുമ്പുമ്പോൾ മതം പഠിപ്പിച്ചൊരു ചിട്ടുണ്ടല്ലോ എങ്ങനെ തുമ്പേണ്ടതെന്ന്, അല്ലേ? മതം പഠിപ്പിച്ചൊരു ചിട്ടുണ്ടല്ലോ എങ്ങനെ തുമ്പേണ്ടതെന്ന്. ഞങ്ങളെ മുസ്ലിങ്ങളാണെങ്കിലും തൊപ്പിട്ടവരാണെങ്കിലും തരികെട്ടിയവരാണെങ്കിലും ആരും പാലിക്കാത്ത ഒരു നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുഗത്തി വജ്ഹഹു ബിസൗബിൻ വകാന യഗ്ദു ബിഹാ സൗതു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തുമ്പുമ്പോൾ ഒരു വസ്ത്രം കൊണ്ട് മുഖം മൂടിയിരുന്നു. മാത്രമല്ല ശബ്ദം പരമാവധി താഴ്ത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശ്രമിച്ചിരുന്നു. ഇങ്ങനെയിപ്പോൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ തുമ്പൽ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതോളൂ. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എന്താ? പരിസരങ്ങളിലൊക്കെ വൈറസ് പകർന്ന് ആൾക്കാർക്കൊക്കെ ആ വൈറസ് പകർന്ന് അയാളുടെ രോഗം വേറുള്ളവർക്ക് പകർന്ന് വൃത്തികേടാക്കി. അപ്പോൾ അന്തരീക്ഷം വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പല നിലക്കും വൃത്തികേടാക്കുന്നുണ്ട്. ഇസ്ലാം മതം പഠിപ്പിക്കുന്ന ചിട്ടുണ്ടല്ലോ, ആ ചിട്ട നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും എല്ലാ കാര്യങ്ങളിലും ചിട്ടയോടുകൂടിയുള്ള ഒരു ലൈഫ് അതാണല്ലോ, അതിനു വേണ്ടിയിട്ട് മതം ആവശ്യം. മതം അല്ലെങ്കിൽ അത് ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ റോട്ടിൽ കൂടി ബൈക്കുമ്പോൾ പോണ സമയത്ത് മൂന്നാളെയും വെച്ചുകൊണ്ട് പോകും. പോണ സമയത്ത് പോലീസുണ്ടോ ചോദിച്ചു. എന്നാ പോലീസുണ്ടോ ചോദിക്കണത്? ഓന് നിയമത്തോടൊരു ഒരു പ്രതിബദ്ധതയൊന്നുമില്ല, നിയമത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, രാജ്യത്തിൻ്റെ നിയമത്തോടും ഗവൺമെൻറ്റിൻ്റെ നിയമത്തോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഓനെ പോലീസ് കണ്ട് പിടിച്ചു എന്നുള്ള ബേജാറ് പോലുള്ളൂ. അപ്പോൾ നിയമം പവിത്രമല്ല. നിയമം അംഗീകരിക്കേണ്ടതും അനുസരിക്കപ്പെടേണ്ടതുമായിട്ട് മനസ്സിലാക്കണില്ല. അത് പോലീസ് പിടിച്ചാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇത് ചെയ്യുന്നത്. ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതന്നെ. അപ്പോൾ അതാ ഹെൽമെറ്റ് നിയമം പുതിയതായിട്ട് വന്നു. ഞാൻ എൻ്റെ കൂടെ എൻ്റെ മഹത്വം പറയല്ല, ഞാൻ പഠിപ്പിക്കാൻ പോണ കോളേജിലേക്ക് പോയാൽ സ്ഥിരമായിട്ട് പോയിരുന്നത് ഒരു മാഷ കൂടെയായിരുന്നു. നമ്മളെ നാട്ടിൽ ഒരു മാഷുണ്ട്, മൂപ്പര് ബൈക്കേറ്റാണ് പോകല്, ഞാൻ മൂപ്പര് പിന്നിലിരിക്കും. പക്ഷേ ഹെൽമെറ്റ് നിയമം വന്ന ഡിസംബർ 1-ാം തീയതി മുതൽക്ക് ഞാൻ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു, ഞാൻ പോകണില്ല. ഇന്നലെ ഞാനൊരു ഹെൽമെറ്റ് പോയി വാങ്ങി പെരുന്തൽമണ്ണെന്ന്. ഇനി ഞാൻ മൂപ്പരപ്പം പോകും. കാരണം എന്താ? നമ്മളെ രാജ്യത്തിൻ്റെ നിയമം, സമൂഹത്തിൻ്റെ നിയമം ഉണ്ടല്ലോ, ഈ നിയമം പാലിക്കണം. ഞാൻ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അനുകരണീയനായ മുസ്ലിമായിട്ട്, ഒന്നാമത്തെ മോഡൽ മുസ്ലിമായിട്ട് കാണുന്നത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെയാണ്. അദ്ദേഹം റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പ്രാവശ്യം പോലും അദ്ദേഹം ടിക്കറ്റ് എടുക്കാതെ പോയിട്ടില്ല. പ്ലാറ്റ്ഫോമിലേക്ക് പോകാനാണ് ആൾക്കാരൊക്കെ, പക്ഷേ പ്ലാറ്റ്ഫോമിലേക്ക് പോലും ടിക്കറ്റ് എടുക്കാതെ പോയിട്ടില്ല. നിയമം പാലിക്കണം ജീവിതം. അങ്ങനെ അതേപോലെ തന്നെ അദ്ദേഹം ഒരിക്കൽ ബാഫയതങ്ങളെ പാർലമെൻറ്റ് കാണിക്കാൻ കൊണ്ടുപോയി. MP ചെയ്യുന്നല്ലോ, ബാഫയതങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാം. അങ്ങനെ പാർലമെൻറ്റിൽ ചെന്നിട്ട് മൂപ്പര് ബാഫയതങ്ങൾ ഇങ്ങനെ ആ പോക്കാണ് പോവുകയാണ്. മൂപ്പര് ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ പോവുകയാണ്. പാർലമെൻറ്റിൻ്റെ ഗേറ്റിൽ കൂടി മൂപ്പരപ്പോൾ ആരും തടിയില്ലല്ലോ, കണ്ട മൂപ്പര ഫിഗർ അങ്ങനെയാണല്ലോ, മൂപ്പര ശേരും കോലം ഇതൊക്കെ കണ്ട ആരും തടിയില്ലല്ലോ, മൂപ്പരാരും തടഞ്ഞതുമില്ല. അതേസമയത്ത് ഇസ്മായിൽ സാഹിബിനെ കാണില്ല. ഇസ്മായിൽ സാഹിബ് അപ്പുറത്ത് പോയി കാണും പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. തങ്ങളെന്ന് വിളിച്ചു നോക്കണം കൊണ്ട് തങ്ങൾ കേൾക്കാതെ പോകുക തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇസ്മായിൽ സാഹിബിന് വ്യക്തമായൊരു ഉദാഹരണം ഇടയ്ക്ക് പറഞ്ഞു മാത്രം. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ
പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ, ആ നിയമം പാലിച്ചാലുണ്ടാവുന്ന ഗുണം, പാലിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ദോഷം, അത് മനസ്സിലാക്കിക്കൊണ്ട് നിയമം അനുസരിക്കാൻ എങ്ങനെ സാധിക്കുള്ളൂ? രഹസ്യമായി അനുസരിച്ചാലും പരസ്യമായി അനുസരിച്ചാലും എങ്ങനെ അനുസരിച്ചാലും അനുസരിച്ചിട്ട് അതൊക്കെ ദൈവം കാണുന്നു, പടച്ചോൻ കാണണ്ടേ. അപ്പോൾ പടച്ചോൻ്റെ നിയമമാണെങ്കിൽ പോലീസ് കാണൂരി നോക്കിയിട്ടല്ല അനുസരിക്കുക. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലെ എക്സോർഷൻ, ഒരു ചുട്ടപ്പെടുത്തിയ ജീവിതം, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് മതം കൊണ്ട് കിട്ടേണ്ടത്, ഒന്നാമത്തേത് എക്സ്പ്ലനേഷൻ, രണ്ടാമത്തെ എക്സോർഷൻ, മൂന്നാമത്തേത് ഇൻസ്പിറേഷൻ. മനുഷ്യന് പലപ്പോഴും ജീവിതത്തിൽ പലതും ചെയ്യാൻ ഇൻസ്പിറേഷൻ ഉണ്ടാവണമെങ്കിൽ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ചെയ്യും പല കാര്യങ്ങളൊക്കെ, പക്ഷേ ആത്യന്തികമായിട്ട് ഇൻസ്പിറേഷൻ, ഒരു പ്രതീക്ഷ, ഞാനിത് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് വേണം. അല്ലേ, ഒരു പ്രതീക്ഷ എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ അല്ലേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവസാന കാലത്ത് പോലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ ഹാറൂൺ റഷീദിൻ്റെ കാലത്തുണ്ടായില്ലേ, ഒരു വയസ്സനിങ്ങനെ അക്രോട്ട് നടുക. അപ്പോൾ ഖലീഫ അടുത്ത് കൂടി ചെന്നു, അല്ല വയസ്സോ, നിങ്ങൾക്ക് ഇത് നട്ടിട്ട് ഇതിൻ്റെ ഫലം തിന്നാൻ കഴിയുമോ, എന്തിനാ അതിങ്ങനെ ഇടങ്ങറായി പണിയെടുക്കുന്നത് ചോദിച്ചു ഖലീഫ. അപ്പോൾ വയസ്സൻ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മുടെ മുൻഗാമികൾ നട്ടത് കൊണ്ടല്ലേ നമുക്ക് തിന്നാൻ സാധിക്കുന്നത്, ഇനി നമ്മൾ നട്ടാലല്ലേ നമ്മുടെ ശേഷം വരുന്നവർക്ക് തിന്നാൻ പറ്റുള്ളൂ. ഖലീഫയോട് തിരിച്ചു വെച്ചു പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പിന്നീട് വരുന്ന ആളുകൾക്ക് നേട്ടം ഉണ്ടാവുള്ളൂ എന്ന് കണ്ടാൽ പോലും, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ലോകം അവസാനിക്കുക എന്നുള്ള വിവരം കിട്ടിയാലും കയ്യിലൊരു ചെടി ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് നടണമെന്നാണ്. എന്താ പ്രചോദനം? ഇൻസ്പിറേഷൻ എവിടുന്നാണ് കിട്ടുക? അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവണമെങ്കിൽ മതവിശ്വാസം ഉണ്ടായിരിക്കണം. നാലാമത്തത് നമുക്ക് കൺസോളേഷൻ, ആശ്വാസം കിട്ടണം. പലപ്പോഴും ആശ്വാസം കിട്ടണം. ആശ്വാസം എവിടുന്നാണ് കിട്ടുക? ഈ ഭൂമിയിലുള്ള ഒരു സാധ്യതയും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആശ്വാസം എവിടുന്നാണ് കിട്ടുക? എത്ര ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും ഇനി മറ്റൊരു ലോകം എനിക്ക് വരാനിരിക്കുന്നുണ്ട്, ആ ലോകത്തിൽ എനിക്ക് ആശ്വാസം ഉണ്ടാവും. ഇവിടെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ സഹിച്ചു, സംഗതി ശരി തന്നെയാണ്, പക്ഷേ ഒരു കൺസോളേഷൻ, ഒരു ആശ്വാസം, ഈ ആശ്വാസം തരാനേ മതവിശ്വാസത്തിനേ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ മനുഷ്യൻ ഈ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന് അനിവാര്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ വിശ്വാസം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നൊരു ഗതി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് മതത്തിൻ്റെ ആവശ്യകതയും മതവിശ്വാസത്തിൻ്റെ ആവശ്യകതയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. അങ്ങനത്തെ ഒരു സൊസൈറ്റി, അപ്പോൾ ഏത് സൊസൈറ്റിയിലാണെങ്കിലും കാര്യങ്ങൾ മര്യാദക്ക് നടക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ നോക്കിങ്ങൾ. ഇപ്പം ആരാ, ഇപ്പം നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ തോന്നിയ മാതിരി ചെയ്യല്ലേ, ആർക്കും എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് അവിടെ വർദ്ധിക്കണത്. എന്താ അതിനൊക്കെ പരിഹാരം? ആർക്കാ പരിഹാരം നൽകാൻ പറ്റുക? കുറ്റം ചെയ്യാനുള്ള അതാണ് മതവും മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസത. ഒന്ന്, മതം കുറ്റം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കും. അതിന് സാംസ്കാരികമായിട്ട് പടച്ചോനെ പേടിയുണ്ടാക്കിയിട്ട് കുറ്റം അതുപോലെ പരലോകത്തെ പറ്റിയുള്ള പ്രതീക്ഷ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ പ്രതീക്ഷയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറ്റം ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യനെ മുക്തനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പിന്നെയും കുറ്റം ചെയ്താൽ ശിക്ഷിക്കും. അപ്പോൾ കുറ്റം ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഇല്ലാതാക്കിയിട്ട് പിന്നെയും കുറ്റം ചെയ്താൽ ശിക്ഷിക്കും. ഭൗതിക സാഹചര്യം, ഭൗതിക അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ സെക്കുലർ അവസ്ഥകൾ നോക്കി കുറ്റം ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. എല്ലാ സൗകര്യം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ നല്ലോണം നോക്കിക്കോ, അതിന് ഓളെ ശരീരമൊക്കെ നല്ലോണം തുറന്നിട്ട് കണ്ട് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കും. ആരെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓനെ മേക്കൊടുക്കും. എന്നിട്ട് പിന്നെ ഇതൊക്കെ മറിച്ച് നടക്കുന്നതെങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഓൻ്റെ നേരേക്കാരം പ്രശ്നങ്ങളൊക്കെ പാടായിട്ട് വരിക. എന്നിട്ട് അവസാനം എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് ഒരു കണ്ട് പൂതി വെച്ച് കാണാൻ ഓളെ കയറി ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ നിയമം ഇടപെടും കേട്ടോ. അപ്പോൾ സാഹചര്യം, കുറ്റം ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് കുറ്റം ചെയ്താൽ ശിക്ഷിക്കുക. ഇതല്ലേ ശാസ്ത്രീയം? കുറ്റം ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുക. കാരണം മനുഷ്യനെ പറ്റി അറിയണം, മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി അറിയണം, മനുഷ്യൻ ആരാണ്, എങ്ങനെ മനുഷ്യന് ഏത് സൊസൈറ്റിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യന് അവനിലുള്ള മനോവൃത്തികൾ, അവനിലുള്ള രാഗദ്വേഷ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യ ഈർഷ്യ അസൂയ ദമ്പദർപ്പ അഹങ്കാരാദികൾ 13 തരം മനോവൃത്തി മനുഷ്യനിലുണ്ട്. ഇത് മനുഷ്യൻ പുറത്തേക്ക് കൊടുക്കും. അത് മനുഷ്യൻ്റെ നേച്ചറാണ്, പ്രകൃതിയാണ്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള സിറ്റുവേഷനും സാഹചര്യം ഉണ്ടാക്കണം. അതിനാണല്ലോ നിയമം. അല്ലെങ്കിൽ നിയമം വേണ്ടല്ലോ, അല്ലെങ്കിൽ വ്യവസ്ഥ വേണ്ടല്ലോ, ഗവൺമെൻറ് വേണ്ടല്ലോ. ഇതൊക്കെ എന്തിനാ? അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആകെ മൊത്തം ഈ ചിട്ടയോടുകൂടിയുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് മതം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ളതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് സ്വൈരമായിട്ട്, അതാണ് പ്രോബബ്ലി ദർ ഈസ് നോ ഗോഡ്, എൻജോയ് യുവർ ലൈഫ്, പടച്ചോനൊന്നും ഉണ്ടാവില്ലല്ലോ, ജീവിതം ആസ്വദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫ്ലക്സും വെച്ചുകൊണ്ട് ഇംഗ്ലണ്ടിൽ ചെറുപ്പക്കാരിങ്ങനെ ബസ്സേറ്റ് അങ്ങനെ പോവുക ഓരോ സ്ഥലത്ത് കൂടി. ഇതാ ലക്ഷ്യം. അതുകൊണ്ട് ദൈവവിശ്വാസത്തിൻ്റെ അഭാവത്തിൽ ജീവിതം അനിയന്ത്രിതമായി എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അന്നത്തെ കാലം അങ്ങനെയാണ്
അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. ഏൺ മോർ എൻജോയ് മോർ, നല്ലോണം സമ്പാദിക്കുകയും നല്ലോണം ആസ്വദിക്കുകയും. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ള തെറ്റായ ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അതാണ് എപ്പിക്യൂറിയൻസ് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആസ്വദിക്കാനുള്ളതല്ലല്ലോ. ജീവിതം അനുഭവിക്കണം, നമ്മൾ അനുഭവിക്കണം. പക്ഷെ ഇതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നടക്കാനുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് സ്ട്രഗിൾ. നമുക്ക് ഖുർആൻ പഠിപ്പിച്ചിരുന്നതാ. സ്ട്രഗിളിൻ്റെ കൂടെ ലൈഫ് ഈസ് ഫുൾ ഓഫ് സ്ട്രഗിളാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ലൈഫ് ഈസ് ഫുൾ ഓഫ് ട്രബിളാണ്. ജീവിതം ആകെ കൂടെ ശപിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ അവർ പഠിപ്പിക്കുക, ഫുൾ ഓഫ് ട്രബിളാണ്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് സ്ട്രഗിളാണ്. ആ സ്ട്രഗിളിൽ ചിലപ്പോൾ നമുക്ക് വൈൻ്റെ മഅൽ ഉസ്രി യുസ്റൻ, ഉസ്റുണ്ടാവുമ്പോൾ യുസ്റും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്താ റസൂലുള്ളാഹി അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, വമൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി, അല്ലേ? നമുക്ക് അനുഭവിക്കുകയോ ചെയ്യണം. ജീവിതത്തിൽ അനുഭവിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല പഠിച്ചതൊക്കെ നമുക്ക് അനുഭവിക്കാനൊക്കെ ഉള്ളതൊക്കെ തന്നെ. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആത്യന്തികമായി ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കണില്ല. നമുക്ക് ഈ ലോകത്തെ ഈ ജീവിതത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറത്തീന, പരലോകത്തേക്കുള്ള കൃഷിസ്ഥലം എന്നാണ് പറഞ്ഞത്. കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? കൊയ്ത്ത് അവിടെ, കൃഷി ഇവിടെ. കൊയ്ത്ത് അവിടെയാണ്, ഇവിടെ മസ്റഅത്താണ്. ഹസാദ് അപ്പുറത്താ, കൊയ്ജൽ അവിടെയാണ്. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ളൊരു ജീവിത സങ്കല്പം, അതോടൊപ്പം തന്നെ ഒരു ജീവിത വീക്ഷണം, ഒരു വേൾഡ് വ്യൂ, അത് ഇല്ലാത്തതിന് അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ പ്രപഞ്ച വീക്ഷണം. ഈ പ്രപഞ്ച വീക്ഷണമാണ് മനുഷ്യരാശിക്ക് നമ്മൾ നൽകേണ്ടത്. അങ്ങനെ പ്രപഞ്ചത്തെപ്പറ്റി ശരിയായ കൃത്യമായ വീക്ഷണം നൽകുകയാണ് മതം ചെയ്യണത്. ആ പോയിന്റിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ നമ്മൾ സമീപിക്കാൻ. സമയം കുറേ അതിക്രമിച്ചു എന്ന് തോന്നുന്നുണ്ട്. തങ്ങളവരുകൾ വന്ന് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.